ഇതിലും മസാല പിടിച്ചിട്ടില്ലല്ലോ കോനിക്കരെ. മസില് പിടിക്കുന്ന കാര്യമല്ല, മസാല പിടിച്ചിട്ടില്ലല്ലോ. മസാല പിടിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം അവിടുത്തെ അച്ചാട്ട കൈ എത്രന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പോയിക്കരെ. ഒരു 8:30 സമയത്ത് ദേ ഇവിടെ ചേട്ടൻ അനിയനോട് മിറ്റത്ത് ഭയങ്കര കളിയാണ്. ബാലാമണി ഇങ്ങോട്ട് വന്നേ. ബാലാമണി എന്തിട്ടാ കറക്റ്റ് പെൺകുട്ടി. അപ്പൊ ഈസ്റ്ററിന്റെ തലേന്ന് പാതിരവാണിക്കൊക്കെ പോണതിന് മുന്നേ ഒരു 8:30 സമയത്ത് ദേ ഇവിടെ ചേട്ടൻ അനിയനോട് മിറ്റത്ത് ഭയങ്കര കളിയാണ്. ഇതാരത് ഇതാരത് ഇതാരത്. ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ടാറ്റാ ടാറ്റാ ടാറ്റാ. ഞാനത് കുന്തിരി പെൺകുട്ടിയോളോ കുന്തിരി കന്നന്മാരോ ഹാപ്പിറായ അടിച്ചു കൂട്ടാമ്പിയ അടുത്ത പോലെ ഈ സമയത്ത് അതാരവിടെ ഞാനവിടെ ചേച്ചി ചേച്ചി കുക്കി കളിച്ച് അവന് ഈനാൻറ്റിയെ കളിച്ച് ആൾക്ക് പുറത്തിറങ്ങി ചവിട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പുറത്ത് ചവിട്ടിക്കാൻ വന്നിക്ക. ബൈ ബൈ ചവിട്ട്. ചിമ്പൗട്ടിന്റെ അങ്ങനെ 50 നോയമ്പിന് ശേഷം ഇതാ ഞങ്ങൾ ചിക്കൻ വല്ല പൊന്നെ കാണിക്കല്ലേ. ചിക്കൻ ആൾക്ക് മനസ്സിലായി. ചിക്കൻ മേടിച്ച് പറക്കാൻ പോവാ. ആദ്യം കഴിച്ചിട്ടില്ല. ഞാനും കഴിച്ചിട്ടില്ല. ആദ്യത്തെ മുട്ട മാത്രം കഴിച്ചിരിക്കണ്ടായിരുന്നേ. കോമഡി എന്തിനാ വെച്ച് കഴിഞ്ഞാ ഇവിടെ ഒരാള് കണ്ട എന്നിട്ട് അവിടെ ചാച്ചുമ്പോ ആരാ അടുത്ത ആള് വരുന്നുണ്ട്. കടടെ മണം കിട്ടിയിട്ട് എല്ലാവർക്കും മണം കിട്ടിയിട്ട് ഇവിടുന്ന് മാറാൻ പറ്റില്ലേ. എനിക്കും നല്ല രസമുണ്ട് ചിക്കൻ മസാല. മണം അത്ര നാൾ കേസായ ഒരു കൊല്ലം നമ്മളാ പടന്നേ നോമ്പെടുത്തല്ലേ. റൈറ്റ് ഗൈസ്, ഈ വീട്ടിൽ ആദ്യത്തെ ചിക്കൻ. നമ്മുടെ അപ്പൂസ് ദേ നല്ല എനർജി ഡ്രിങ്ക് ആയിട്ട് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ വിട്ടുകനാണ് അവൻ. ജ്യൂസുകള് എല്ലാ വെറൈറ്റികളും അപ്പൂസിന്റെ ആളാ. ലെമൺ ജ്യൂസ് ഉണ്ടാക്കിട്ട് കക്കിയാന്ന് പറഞ്ഞിട്ട് കളഞ്ഞു ആ മണ്ടൻ. അപ്പൊ ഇനി അപ്പൂസ് അപ്പൊ അത് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സാധനം. ഗഡ്ഡീനെ കറക്റ്റ് ചെയ്ത് പഠിക്കും കേട്ടില്ലേ. ഇസ്രാ റയിച്ചോ ദേ ചിക്കനൊക്കെ പരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മണൊക്കെ വന്നിട്ട് നമ്മുടെ ചിമ്പനും ചാർലി ഇവിടുന്ന് മാറുന്നില്ലേ ഗൈസ്. ഞങ്ങള് ഇഷ്ട സ്പെഷ്യലായിട്ട് എന്താന്നൊക്കെ ഞങ്ങൾ പറയാം. അപ്പൊ അതിനുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒനിയോൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്തൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ ഞങ്ങള് പുലർച്ചെ ഇവിടെ 2:45 കുർബാന അല്ലേ. അപ്പൊ പുലർച്ചെ 2:45 കുർബാന. അപ്പൊ ഞങ്ങള് കുർബാനയ്ക്ക് പോയി വന്നിട്ടാണ് നോയമ്പ് വീടല്ലേ. ഇവിടുത്തെ പള്ളിയിൽ നോയമ്പ് വീടുന്ന പരിപാടി എന്തിട്ടാ നമുക്ക് അറിയില്ല കേട്ടാ. ഞങ്ങളുടെ പള്ളിയിൽ ചിലപ്പോ മുട്ടയായിരിക്കും, ചിലപ്പോ മറ്റേ ബീഫും ബ്രെഡായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാ.
പുള്ളിയും ബീഫും മില്ലിയനോളേക്ക് അവിടെ പുള്ളിയും ബീഫും അല്ലെങ്കിൽ ആദ്യ ബ്രെഡും ബീഫ് കറി, ചിക്കൻ കറി, അല്ലെങ്കിൽ ബീഫ് സ്റ്റൂ. അങ്ങനെയൊക്കെയാണ് നാട്ടിലെ പള്ളിയിലേക്ക് ഉണ്ടാവാറ്. മുട്ട അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അവിടെ തന്നെ നയമ്പ് മുറിയാറുണ്ട്. ഇവിടുത്തെ പള്ളികളിൽ എങ്ങനെയാന്ന് നമുക്ക് അറിയണില്ല, ഈ ഇടവിൽ എങ്ങനെ സംഭവം എന്ന് അറിയില്ല. അപ്പൊ അവിടെ മുറിക്കാനുള്ള വല്ലതും കിട്ടണമെങ്കിൽ അവിടെ മുറിക്കാം, നമ്മൾ കാണിക്കാം. ഇല്ലെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങള് ലെഗുകൾ മാത്രം ആദ്യം വറുത്ത് തിന്ന് നയമ്പ് മുറിക്കാനുള്ള പരിപാടിയാണല്ലേ. 2:45 കുർബാന എന്നാ നമ്മുടെ സഖാവ് പറഞ്ഞ. ആക്ച്വലി ഞങ്ങള് ഈ ദിവസമാണ് കഴിഞ്ഞ വർഷം നമ്മുടെ പഴയ വീട്ടില് മാറി പുതിയതായിട്ട് താമസിച്ച് പാല് കാച്ചി കയറിയ ദിവസം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അന്ന് നമ്മൾ കിടന്നിട്ട് നമ്മൾ ഈവനിങ് ആണ് വെട്ടുകാട് പള്ളിയില പോയി. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ പോവാണ്. ഇക്കൊല്ലത്തെ ഇവിടുത്തെ ആദ്യത്തെ ശരിക്കും എല്ലാവരും നല്ല ഉറക്കം പിടിക്കുന്ന സമയാ. എന്നാലും അതൊക്കെ വർഷത്തിലൊരിക്കുക ഈ വക കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും തെറ്റാണ്ട് പോവാറുണ്ട്. ഇത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഈ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്നുറങ്ങും. ആദ്യനെ കുളിച്ച് മേലൊക്കെ ഒന്നുകൂടി കഴിച്ചിട്ട് അവനെ ആ പോണ ഡ്രസ്സ് ഇടിച്ചിട്ട് കെടുത്തു ഞാൻ. കാരണം ആ സമയത്ത് എണീച്ചില്ല, അവനെ തോളിലിടാം. അപ്പൊ അതൊക്കെ ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ നമ്മുടെ കൂടെ കണ്ടിന്യൂ കാണിച്ചു തരാം കേട്ടോ. പൂസുദേ നല്ല സൂപ്പർ ജ്യൂസ്. ഐസ് ഇടല്ലേ? അതെ, സൂപ്പർ കുറച്ച് തണവുണ്ടില്ല വെള്ളം. സൂപ്പർ. അവൻ അടിപൊളിയായിട്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കണം. വെറൈറ്റി സാധനങ്ങള് സൂപ്പർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞങ്ങളൊക്കെ കുടിക്കാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ ചാർലിക്ക് ചിമ്മൂന്ന് ചോറ് കൊടുക്കണം. അവര് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇച്ചിരിയും കൂടി പരിപാടി ഉണ്ടല്ലേ. ഒനിയോണും ചില്ലിയും ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്ത് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞല്ലോ. ഇതൊന്നല്ല, ഈ സാധനങ്ങളൊന്നല്ല. ഇവിടെ ഈ പച്ചയാണ് നമുക്ക് വേണ്ടി മുന്ന് വെച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഉണ്ട്. പക്ഷെ ആദ്യയുടെ നമ്മളുടെ മമ്മിയും ഇതേപോലെ മാച്ച് നോക്കുന്ന ആളാണ്. ഞങ്ങളുടെ വീട്ടില് അങ്ങനെ തന്നെയായിരുന്നു ചെറുപ്പത്തിൽ. അപ്പൊ എനിക്ക് അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ഒരു പെയ്യുന്നുണ്ട് ഓൾറെഡി ഇത്. അപ്പൊ അവന് ചേട്ടനാണ് പോലത്തെ അവസ്ഥ ആദ്യക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത്. നമ്മുടെ ചിഞ്ചു പഴയ വീടിന്റെ അടുത്തുള്ള ചിഞ്ചു ചേട്ടൻ അനിക്കുട്ടി ഗിഫ്റ്റ് കൊടുത്തതാണ് ബർത്ത്ഡേ. കിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ലിനന്റെ പോലത്തെ മെറ്റീരിയൽ പോലത്തെ അല്ലാതെ തന്നെ. അപ്പൊ ആ മെറ്റീരിയൽ അപ്പൊ ഇത് എനിക്ക് അവനെ ഇഷ്ടം ഇരിക്കണം എന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു ഇതിന് മാറ്റിന് ഞങ്ങൾക്ക് എന്ത് ഇടാൻ പറ്റും. അപ്പൊ അതിശയം പൊടിയിട്ട് കോമ്പിനേഷൻ ആക്കി വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഓർണമെന്റ് ഒക്കെ മാറാം. ആഭരണ പെട്ടി കണ്ട ഒന്നിന്റെ ആഭരണ പെട്ടി. ഞാൻ കേക്ക് കൊണ്ടുവന്നതാണ് അവളുടെ ആഭരണ പെട്ടി. ഇരിക്കട്ടെ, ഏത് കള്ളനെ ഇവിടെ കയറാൻ നോക്കണല്ലോ. നമ്മുടെ ചിമ്പൂടിയുള്ളപ്പോ ഏത് കള്ളൻ കേറിനൂടെ? ചേമ്പ് ചാർലി മേത്തേക്ക് വീണാ മതി. എന്നിട്ടാ സൂപ്പറായിണ്ട്. അമ്മോ പിടിച്ചിട്ടൊക്കെ നടക്കും.
അമ്പോ. കറക്റ്റ് സാധനം എടുത്തിട്ട് നോക്ക് നീ പൊന്തിച്ചിട്ടൊക്കെ നടക്കുന്ന ആള് കറക്റ്റ് പെൺകുട്ടി. ഏയ് പെൺകുട്ടിയാണ് മോളാണ്. വായാ. ബാലാമണി ഇങ്ങോട്ട് വന്നേ. ബാലമണി. ബാലാമണി അമ്മൂമ്മയുടെ ബാലമണി ഇങ്ങോട്ട് വായോ. ദേ മനു വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞ മനു വരുന്നത്. നീ അത് പറയാം, പറയും. അമ്മൂമ്മ. അമ്മൂമ്മ മനു. ദേ ബാലമണി കൂടി ബാലമണി. അമ്പോ ഒരു ഫ്രണ്ടിൽ പിടിക്കുന്നൊക്കെ ആള്. ബാലാമണി ബാലാമണി അതെ കറക്റ്റായിട്ട് പിടിക്കുന്നേ. അപ്പൊ ഗായ്സ് എന്തിലേക്കുള്ളതാണ്? പത്തേപ്പം. വട്ടയപ്പം. അപ്പൊ നാളെ വട്ടയപ്പത്തിനുള്ള സാധനം പൊന്ന് സെറ്റാക്കിട്ടോ. ഇത് മമ്മി അന്ന് തന്നെയല്ലേ? 2 പാക്കറ്റ് നന്നല്. ഒരു പാക്കറ്റ് നമ്മൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു പാക്കറ്റ് കൂടി ഉണ്ട്. ഇതാണ് വട്ടയപ്പൊടി. ഇത് നല്ല എളുപ്പമാണ്. ആ. ഒരു പാക്കറ്റ് ഉണ്ട്. അതില് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുടിക്കുക. അങ്ങനെ കുറുക്കിയിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യാം. അല്ലല്ല, നാളികേരപ്പാല് പിഴിഞ്ഞ് തിരികെ ആ. വയ്ക്കുക. അത് തിരികിട്ട് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നമ്മൾ ഈ ചുട്ടിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന്. രസമായിട്ടില്ല. ആ. പെട്ടെന്നാണ്. ഇന്നത്തെ പാതാണെങ്കിൽ ഇന്നത്തെ പോകട്ടെ, പണങ്ങാവട്ടെ. പൊളി. നമ്മുടെ വട്ടയപ്പത്തിലേക്കുള്ള കൂട്ട് സെറ്റായില്ല. അങ്ങനെ അവിടെ ഞാൻ വെച്ചിട്ടുള്ള ഞാൻ ചോറുണ്ട് വല്ലച്ച് സെറ്റായി. ഇനിയിപ്പോൾ കോരി വെച്ചിട്ടൊന്ന് കുളിച്ച് ആദ്യം മറിച്ചിട്ട് കിടക്കാം. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് കിടക്കാനുള്ള പരിപാടിയാണ്. അപ്പം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കിണ്ണത്തിൽ തന്നെ ഒഴിക്കണം കേട്ടോ. പിന്നെ ഞാൻ അന്ന് ചെയ്ത പോലെ മറ്റേ ഇതിൽ 2 ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ നാളെ ഇഡ്ഡലി കുക്കറിൽ ഉണ്ടാക്കുള്ളൂ. ഞാൻ കനത്തിലുണ്ടാക്കിയ പട്ടയപ്പാവും. കനം കുറച്ച് കഴിഞ്ഞാൽ കിണ്ണത്തപ്പം. കുളിച്ചു, പല്ല് തേച്ചു, നേരെ നമ്മുടെ പട്ടയപ്പം സെറ്റായിട്ട് ഇതിൽ തന്നെ വീണ ആവി ഇറങ്ങിയിട്ടാണ്. അതിലിട്ട് കഴിഞ്ഞാൽ ആവില്ല. അതിൻ്റെ അടിയിലും മുരിക്കുന്നുണ്ട്. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇനി രാവിലെ എണീക്കുമ്പോൾ ഞാൻ റെഡി ആവുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കണം. ഇനി വേഗം ഉറങ്ങണം. മണിക്കൂറാണ് ജസ്റ്റ് കിടന്ന്. അപ്പൂസ് കിടക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കിടന്നു. ആഫീസിനെ പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് കിടത്തിയ. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ട് അവരെ വിളിക്കാമെന്ന് വിചാരിച്ചു. ഡ്രസ്സ് മാറിപ്പോയി. പാലപ്പാടിക്ക് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ. ഹാപ്പി ഈസ്റ്റർ തമ്പാച്ച. അപ്പോൾ ഞാൻ പണിക്ക് പോകാൻ Pizza. And you need to radio da. Okay? Okay? Happy Easter. Happy Easter. Why you ready? Ready? നമുക്ക് പിന്നെ എനിക്ക് ഡ്രസ് മാറില്ല. ഞാനൊക്കെ മാറിയല്ല. ചായ ചൂടാക്കാം. എനിക്ക് രണ്ടേ. അതിന് പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന നേരത്തെ കിട്ടാൻ മതി. വെച്ചിങ് റെഡിയാകും. പുസ്തകം റെഡിയാകും പറഞ്ഞിട്ട് അത് റെഡിയാവട്ടെ. അതുകൊണ്ട് ഞാൻ ആ പുസ്തകം വെച്ച് കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാക്കാൻ കേട്ടോ. പിന്നെ നമുക്ക്
പാൽച്ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവൻ ചുക്കാട്ട് കുടിച്ചിട്ട് അപ്പൂസ് വേണമെങ്കിൽ വെച്ചോട്ടെ. അപ്പോഴേക്കും അവർ റെഡിയായി വരും. ഞാൻ ആദ്യം ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്തിരുത്തിക്കൊണ്ട് വാശിയൊന്നും പിടിക്കില്ല. ഹാപ്പി ഈസ്റ്റർ തമാച്ച. ഞാൻ നേരത്തിലുള്ള പൈസയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് 4,000 പിന്നെ ഇനി എല്ലാവർക്കുള്ള ചായ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാതാവേ ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ. ഇനിയിപ്പോൾ അവർ റെഡി ആയിട്ട് വരും ചായ കുടിക്കുക. പിന്നെ നമ്മൾ പോവുക. എന്നിട്ട് നമ്മുടെ പള്ളിയിലെ കാര്യങ്ങൾ നോക്കണം. ഇവിടുത്തെ പള്ളിയിൽ നമ്മളുടെ സഖാവ് പറഞ്ഞാണ് പല പല പള്ളികളിൽ നിന്നുള്ള പിന്നെ വഴി കൂടെ ഇങ്ങനെ ഘോഷയാത്ര, ഞാൻ ഈ റേറ്റിൻ്റെ അവിടേക്ക് നിൽക്കുന്നതാണ്, വഴി കൂടെ ഇങ്ങനെ ഘോഷയാത്ര പോലെ ന്യൂ ഇയറിന് പല പല പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു. എല്ലാ വഴികളിലും നടന്നു. ടാബിളൊക്കെ ദുഃഖ വെള്ളിയാഴ്ച ചെയ്യാനുണ്ടായിരുന്നു. പീര ടാബിളൊരു നാട്ടിലൊക്കെ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് അയച്ചു തന്നിട്ട് നമ്മൾ കണ്ടായിരുന്നു. ആ ദുഃഖ വെള്ളിയാഴ്ചത്തെ ആ ഒരു പീഡാസഹനം മുഴുവൻ മരിക്കും വരെയുള്ളതൊക്കെ ഓരോരോ മനുഷ്യന്മാർ പീഡാത്തോസായിട്ടും ഭടന്മാരായിട്ടും യേശുവായിട്ടും മറിയായിട്ടും ശിമിയോനായിട്ടൊക്കെ അഭിനയിച്ച് ചാട്ടവാറോണ്ടൊക്കെ ശരിക്കും അടിച്ചിട്ടൊക്കെ റിയലായിട്ട് അഭിനയിച്ചിട്ടുള്ള ഇതികളൊക്കെ ആയിരുന്നു അവരുടെ ടാംബ്ലോസൊക്കെ ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിൽ. ഈസ്റ്ററിന് അവിടെ ഇങ്ങനെ കുകേര അവിടെ നിന്ന് ബൈബിൾ വായിച്ച് കഴിയുമ്പോൾ അവന് ഉയർത്തെഴുന്നേറ്റു യേശു എന്ന് പറയുമ്പോൾ ഇങ്ങനെ അടിയിൽ നിന്ന് കുകേര ഉള്ളിൽ നിന്ന് പാറയുടെ ഉള്ളിൽ കുകേര ഉള്ളിൽ നിന്ന് നല്ല ലൈറ്റ് നിർത്തും പള്ളിയിൽ. അടിപൊളിയിട്ട് കംപ്ലീറ്റ് പുകയായിരിക്കും പള്ളിയിൽ മുഴുവൻ പള്ളിമണി അടിക്കും. ഇങ്ങനെ എന്താ പറയുക, യേശു എടുത്തെഴുന്നേറ്റ് സ്റ്റാച്ചു ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ആളുകൾ ഒരാൾ യേശുവിൻ്റെ അതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇങ്ങനെ വരുന്നത്, അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഉറക്കം തൂങ്ങണ സമയമാണെങ്കിലും മമ്മി വിളിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഈ യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. ഇവിടെ അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നത് കൂടി എന്നൊക്കെ ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും നോക്കാം അവിടുത്തെ കാര്യങ്ങൾ. റെഡി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ട് തന്നെയാണ് കിടന്നത്. അപ്പോൾ പിന്നെ ഞാൻ നേരെ മുഖമൊക്കെ കഴുകി വരിക. വേണ്ട നീ ചായ ഞാൻ വെച്ചിട്ട് ചായ എടുത്തിട്ട് ചായ. ഹാപ്പി ഈസ്റ്റർ. ഈ വഴി കൂടൊക്കെ മറ്റേ സഖാവ് പറഞ്ഞ പോലെ മറ്റേ എന്തൊക്കെയോ ബാസില് പാട്ടൊക്കെ വെച്ചിട്ട് ശബ്ദം കേൾക്കുമ്പോൾ ചിമ്പും ചാർലിയൊക്കെ കുരയ്ക്കുന്നതായിരുന്നു. പിന്നെ ചാർലിയൊക്കെ എന്നിട്ട് ജാതി കുറെ ചാർലി കുരയ്ക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് വേറെ വല്ല പൂച്ചയോ വല്ല പാമ്പോ എല്ലാവരും ചാടിയോ. ചാർലി അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കൊന്നും മൈൻഡ് ചെയ്യുന്ന ആളല്ല. ഡേഞ്ചർ സാധനങ്ങൾക്കാണ് ചാർലി. കുറേ കുറച്ചുണ്ടായിരുന്നു. അവ ഇതിനെങ്ങോട്ട് ഓടിയിട്ടും കുറയ്ക്കണ്ടേ. ചിലപ്പോൾ വല്ല ഈ എന്താ കീരിയോ അല്ലെങ്കിൽ പിന്നെ പാമ്പോ അല്ലെങ്കിൽ ഈ പൂച്ചയോ എന്തനക്കം കിട്ടിയല്ല. അത് മാത്രമല്ല ഇവിടുന്ന് ആൾക്കാരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് കാറും കാര്യങ്ങളും അനക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇപ്പോൾ അതേ പുലർച്ചെ 2:30 കേട്ടോ ടൈം. ഞാൻ ശരിക്കും വെറുതെ ആദ്യം കൂടെ കിടന്നു എന്നുള്ളൂ. ഞാൻ എന്നിട്ട് ഓരോ 5 മിനിറ്റ് വിടുമ്പോൾ എത്ര മണി അലാറം അടിച്ചത് ഞാൻ അറിയാണ്ട് പോകുമെന്നൊക്കെ വെച്ചിട്ടിരുന്നോണ്ട് ഇന്ന് ജസ്റ്റ് ആദ്യം ഉറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് എടുക്കണം. ഞാൻ ഉറങ്ങിയില്ല എന്നിട്ട്, കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങാനും ഉറങ്ങി പോയിട്ട് എണീക്കാണ്ടാവോ. അപ്പോൾ അപ്പു പറഞ്ഞു ഞാൻ ഉറങ്ങണില്ല, ഞാൻ റെഡി ആയിട്ട് പോവാം, വന്നിട്ട് അങ്ങോട്ട് ഉറങ്ങിയാൽ പോരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ ഒന്ന് ഉറങ്ങ് എന്നിട്ട് എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈസ്റ്ററിൻ്റെ അന്നാണ് വീടൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കയറി. അപ്പോൾ തലേന്ന് ഞങ്ങളെല്ലാം കഴിഞ്ഞ് കിടന്നു. അപ്പോൾ നമ്മുടെ വീടിന് മുന്നിലാണ് ഇപ്പോൾ പോണ പള്ളിയിലെ തൊട്ടപ്പുറത്തായിരുന്നു നമ്മളുടെ വീട്. അപ്പോൾ പക്ഷേ നമ്മൾ അന്ന് അത്രയും ഷിഫ്റ്റ് ചെയ്ത് ഒതുക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് പിറ്റേന്ന് രാവിലെ പാല് കാച്ചുകൊണ്ടുകൊണ്ട് നമ്മൾക്ക് രാവിലെ നമ്മൾ ആ കുർബാന ടൈം നമ്മൾ 11:30 10:30 വിചാരിച്ചു. അനക്കൊന്നും കേൾക്കാണ്ടായപ്പോൾ പിന്നെ അവിടെ തന്നെ കിടന്നിട്ട് നമ്മൾ പോയത് വെട്ടുകാടാന്നുകൊണ്ടല്ലോ ഇവിടുത്തെ ഈ സമയത്താണ്. ആ 2-3 സെറ്റുകാരുടെ വണ്ടിയിൽ ബോക്സ് വെച്ച് പാട്ട് കേട്ടുപോയി. ഉസ്രഡേ വരുന്നത്. ഹാപ്പി ഈസ്റ്റർ.
ചായ വെച്ചിട്ടുണ്ട്, അത് എടുത്ത് കുടിച്ചോ. ഇത് കൂടെ വണ്ടിയില് ജാതി പാട്ടൊക്കെ വെച്ച് സെറ്റൊക്കെ വെച്ചിട്ട് പോയിന്റ്. ഇവിടത്തെ ഈസ്റ്ററിന് അങ്ങനെ പോവാന്ന് മറ്റേ സഖാവങ്ങള് പറഞ്ഞില്ലേ, അത്. ഇതിലേറ്റവും വലിയ സമാധാനം എന്താന്ന് അറിയില്ലേ, ആദീസിനൊക്കെ എടുക്കണ സമയത്ത് 2 ദിവസത്തൊക്കെ മനസ്സിലായിരുന്നു. അത് വലിയ സന്തോഷമായിട്ട് കിടന്ന ആള് വിചാരിച്ച അപ്പനെ പോകുന്നു, ഇതെന്ത് ഒരു ലൈറ്റ് നിർത്തിട്ട് എടുക്കണേന്ന് ആളുടെ ചിന്ത. അപ്പൊ ഇനി ആ സീനൊന്നുമില്ല, അവനെ തോളിലിട്ട് പോയാൽ മതി. അതെല്ലാം കഴിഞ്ഞ് അവൻ എനിപ്പിക്കലും ഡ്രസ്സ് മാറിക്കലും അവന്റെ നിലവിളി തിക്കുന്ന വാശിയൊക്കെ ടാസ്കായ. അപ്പൊ അങ്ങനെ വൈകും. അങ്ങനെയാണോ പറയാ? എല്ലാവർക്കും നന്മയുടെയും സമാധാനത്തിന്റെയും ഹാപ്പി ഈസ്റ്റർ. ചാലിപ്പാ ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ്, പള്ളി എത്താറായി. അപ്പോൾ അവിടെ വണ്ടികളൊക്കെ തന്നെ അവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം എണീറ്റ് പൊന്നിലേക്ക് മാറി. വഴിയിൽ മൊത്തം ആൾക്കാർ മറ്റേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, വിളിച്ച് പറഞ്ഞിട്ട് ഹാപ്പി ഈസ്റ്റർ പറഞ്ഞിട്ട്. ആദിശ് കണ്ണോർന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഹാപ്പി ഈസ്റ്റർ ഗൈസ്. ഇപ്പോ നമ്മളിത് എത്തി. നമ്മുടെ വട്ടയപ്പം കിണ്ണത്തപ്പാണിത്, വട്ടയപ്പല്ല വട്ടയപ്പം. ഈസ്റ്റർ വൃത്തിയുള്ള ചായ കുടിന്റെ ഇല്ലോ. ഈസ്റ്ററിൽ ഇനി വൃത്തികെട്ട ചായ കുടിക്കേണ്ടി വരില്ല ഭഗവാനെ. അതാ പറഞ്ഞ അടിച്ച്. അപ്പൊ ഈസ്റ്ററിന്റെ കാര്യങ്ങൾ നടക്കണ ഗൈസ്. ഇനിയാണ് മെയിൻ സാധനങ്ങൾ വെക്കാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് ആയിട്ട് 2 ആൾക്കാരുണ്ട് ഒപ്പം തന്നെ. ഹാപ്പി ഈസ്റ്റർ ചിമ്പൻ ചാലിപ്പൻ. ഹാപ്പി ഈസ്റ്റർ. മൊയലാണോ മൊയല്? ഇവിടെ അപ്പനും മോനും കൂടി ബിരിയാണി ഇന്ന് അപ്പൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പ പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ചിക്ക് ഇവിടെ ഇങ്ങനെ മറന്നുപോയി ഞാൻ. ഒന്നുകൂടി അത് നെയ്ച്ചോറായിരുന്നു. ചിമ്പു വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ്. ചാർലി വെയിറ്റിംഗ്. ചാർലി ഹാപ്പി ഈസ്റ്റർ. ചിമ്പു ഹാപ്പി ഈസ്റ്റർ. ആദിസ്
ഹാപ്പി സ്റ്റാർ പറഞ്ഞേ ഓ ഫോനുമിയ ആ ഫാനിറ്റ അത് കേട്ടില്ലേ ഇത് ഫാനിറ്റ നമ്മുടെ ഫസ്റ്റത്തെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. യെസ് അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ കാലുകള് എടുത്ത് കഴിച്ചു നയിമ്പ് ചുറ്റുമണി വീയോ അപ്പൊ ഇവിടെ നമ്മുടെ ഈസ്റ്ററിന്റെ ബിരിയാണി പരിപാടികൾ നടക്കുകയാണ്. ഞങ്ങള് ഇപ്പതേ സമയം 1:30 ഇങ്ങേർക്ക് എന്തുണ്ടായാലും പായസാണ് അടിച്ച് കുറ്റേ പിച്ചു ഹാപ്പി സ്റ്റാർ അപ്പോസ് ഹാപ്പി സ്റ്റാർ യെസ് ഇനി നാളെ നമ്മുടെ അപ്പൂഷിന്റെ ബർത്ത്ഡേ ആഘോഷങ്ങളുടെ മാസാണ് അടിച്ച അങ്ങ് മണിമണി മതി എങ്ങ് വറുത്ത് കോരിയ ചിക്കൻ ഗൈസ്. അപ്പോ ചിമ്പൊരു ചളി തരണ എല്ലാവരും കൊടുക്കൂലോ. ഓ ആഫ്റ്റർ നോയമ്പ് ഹാപ്പി സ്റ്റാർ തമ്പാച്ച ചിമ്പുക്കാം ചിമ്പുക്കാം ചാർലി ഗുഡ് ബോയ് ചാർലി. ഓക്കെ സെറ്റായില്ലേ? ഹാപ്പി ഈസ്റ്റർ. രുചിയൊക്കെ മറന്നു ചിക്കൻ്റെ അമ്പോ ചിമ്പ് പുതിയ സീരിയസ്ലി ആ ഫ്ലേവർ നാവിലെന്തോ കൊറേ നാളായി പച്ചക്കറി ക്ലീനായി. ടൊമാറ്റോ ചില്ലി ടൊമാറ്റോ അത്ര അധിക വസ്തുക്കൾ എരിഞ്ഞു കൊടുക്കാണ്. മല്ലിരക അരിച്ചൽ ചിക്കൻ മൂട്ടി നിന്നോണ്ടിരിക്കുക ഫ്രണ്ടിൽ നിന്നാ അവിടെ ഇറച്ചിയില്ലേ അത് കഴിക്കും. ചിക്കൻ ആദ്യം ഇന്നലെ ചിക്കൻ കഴിച്ചു ഗൈസ്. ആദ്യം ഇന്നലെ ചില്ലി നോ 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 വണ്ടി പരിപ്പും മുന്തിരിയൊക്കെ സെറ്റാക്കാനടാ. ഈ നമ്മുടെ ഇവിടെ സർലാസ് ഞാൻ സെറ്റാക്കിണ്ട് അല്ലേ. മല്ലിയിലും പുതിനയിലും ഇനി കട്ട് ചെയ്യണം. സവാള വറുത്ത് കോരണം. അല്ലാണ്ട് സൺഫ്ലവർ ഓയില് നെയ്യിടാനായിട്ട് ടേസ്റ്റ് നല്ല ഇതിൽ വരാൻ വേണ്ടിട്ട് ഞങ്ങള് സ്ഥിരമായിട്ട് വീക്കെൻഡ് ഒക്കെ ഉണ്ടാക്കുമ്പോ എപ്പോഴും നെയ്യ് എടുക്കാണ്ടിരിക്കാൻ ഞങ്ങൾ ചെയ്യാറില്ല. സൺഫ്ലവർ ഓയിൽ തന്നെ വറുത്ത് കോരി അതിൽ തന്നെ ഒനിയോണും കോരി എന്നിട്ട് ഉപയോഗിക്കും. അപ്പൊ കുറച്ച് ഗുമ്മ ഞാൻ കേട്ടോ ആദ്യത്തെ വന്ന് ചിക്കൻ വറുത്തത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കൻ വറുത്തത് ഇങ്ങനെ എടുത്ത് കൊണ്ടുണ്ട്. നമ്മള് വണ്ടിപ്പേരൊക്കെ കുറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചോറ് കേടാവും. നമ്മള് ചോറ് നിക്കില്ല കാരണം എന്റെ പൊന്നെ കൊറേ ദിവസത്തിന് ശേഷം കഴിക്കണം. അപ്പൊ എന്തായാലും മണ്ണും തിന്നും. ഇത് കുറച്ച് തവണ മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയിൽ ഇടാൻ. യെസ്
അടക്കം മൈക്കിൾ ജാക്സൺ ആയിരുന്നു guys. ചിക്കന്റെ അടുത്ത് പൊട്ടി ഇറക്കുമ്പോ വെക്കുമ്പോ അടക്കെ പെട്ടെന്ന് മൈക്കിൾ ജാക്സൺ വരും. ചതിച്ചു. ഗോൾഡൻ കളറായി guys. കടിക്കുമ്പോ കിറുമിറാവും. അവിടെ പണി അയ്യോ പണിയെടുക്കണ പാവം എവിടെ? Yes, ഇവിടെ നല്ല പച്ചമണം guys. സാധാരണ ഇതൊക്കെ തലേന്ന് ചേർത്ത കാരണം അപ്പൊ ഞങ്ങളുടെ അവിടെ ഇത്ര നാൾ കുർബാനയൊക്കെ 11:30-ക്കും 11:45-ക്ക് പാതിരയ്ക്ക് ആവണം. പക്ഷെ ഇവിടെ പുലർച്ചയായില്ലേ, അപ്പൊ അതിൽ ഞങ്ങള് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ആ ശരി, നമ്മൾ സമയത്ത് നേരത്തെ വറുത്തൊക്കെ വെക്കേണ്ടതായിരുന്നു. നമ്മളിപ്പോ അപ്പൊ അത് ഞങ്ങൾ ആ നേരത്തെ പോണോണ്ട് ഇനിയിപ്പോ അങ്ങനെ പരത്തിയൊക്കെ വെച്ച് അരിഞ്ഞ് വെക്കാൻ നിന്നപ്പോ വെച്ച് പറഞ്ഞു ആ സമയത്ത് കെടുന്നില്ല, ഇനി എണീക്കില്ല. അപ്പൊ അത് കാരണം അതിലൊക്കെ അത് പിന്നെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ മുന്നിൽ ചിക്കൻ ബിരിയാണി സെറ്റാക്കാണ് നമ്മള് പാപ്പനവിടെ പറയാൻ പറഞ്ഞായി. പാപ്പന്റെ ഈസ്റ്റർ സ്പെഷ്യൽ ആണ് നിങ്ങൾ കേക്കണ്ട. KFC-യും രാജാട്ടൻ പള്ളിയിൽ വന്നിട്ട് രാജാട്ടൻ ടിച്ചുട്ടി അമ്മൂസും കുഞ്ഞോളും കൂടി KFC കഴിച്ചിട്ട് KFC അല്ല RFC, രാജേട്ടൻ ഫ്രൈഡ് ചിക്കൻ. KFC മാത്രം. ഫ്രണ്ട്സൊക്കെ ആ വഴിക്ക് പോകുമ്പോ മണം കയറിയിട്ട് ഭയങ്കര സ്മെല്ല് കിട്ടി. KFC മാത്ര. ബ്രോസ്റ്റഡ് ചിക്കൻ, പൊറോട്ട, കൊണ്ടാട്ടം, വെറൈറ്റികളാണ്. മറ്റേ ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, പിന്നെ വേറെ ഉണ്ടെങ്കിലോ ചിക്കന്റെ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി. അങ്ങനെ രാജാവിന്റെ ഈസ്റ്റർ അങ്ങനെ വിളിച്ചത് KFC ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ എന്നാ അവിടുത്തെ സ്പെഷ്യല് താറാവ്, നാടൻ കോഴി, പിന്നെ ബോട്ടി. അത് ക്രിസ്മസിനൊക്കെ ഞങ്ങള് പോയിരുന്ന സമയത്തൊക്കെ അങ്ങനെ തന്നെയാട്ടാ. താറാവ്, മൊയലൊക്കെ വെറൈറ്റി കിട്ടും. വെറൈറ്റി. അപ്പൊ ഞങ്ങള് പറഞ്ഞത് ഇപ്രാവശ്യം ചെല്ലുമ്പോ ഞങ്ങൾക്ക് ഇനി ഞങ്ങളെ പെണ്ണ് വരുമ്പോ KFC ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പൂപ്പൻ അപ്പ ഇവിടെ ബിരിയാണി മോളില് വെതറി. അതിന് മറ്റേ സവോള മാത്രം ആക്കിയെടുത്താൽ മുന്നിനായി ആക്കി വെച്ചതാണ്. ചിലപ്പോ ആദ്യം എങ്ങാനും മാമ മൂന്നുകൊണ്ട് വരും ബാധിക്ക് കൊടുക്കാൻ. ചൂടടിക്കല്ലേ അപ്പണ ചിക്കൻ ബിരിയാണി എല്ലാം അപ്പൂസ് മെയ്ഡാണ്. ഇതാണ് നമ്മുടെ ചിക്കന്റെ ഗ്രേവി സാധനം. നമ്മുടെ തക്കാളി ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇടണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോ സമയം 4 മണിയായിട്ടാ ഗൈസ്. 4 മണിയായി. അപ്പൊ അടിച്ചുകൂട്ടം പിന്നെ ചിക്കനൊക്കെ തിന്ന് സെറ്റാണ്. നോക്കട്ടെ, ഇപ്പൊ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഓടും. നമ്മള് തക്കാളിയും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഗ്രേവി നമ്മുടെ പെട്ടപ്പം ഗ്രേവി ആവാൻ പോവാണ്. ചമോ അപ്പൂസ്. ഇതിലും മസാല പിടിച്ചിട്ടില്ലല്ലോ കോനിക്കരെ. മസില് പിടിക്കുന്ന കാര്യമില്ല, മസാല പിടിച്ചിട്ടില്ലല്ലോ. മസാല പിടിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം. അവിടുത്തെ അച്ചാന്റെ കൈ എത്രന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പോയിക്കരെ. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ലഞ്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങൾ 50 ദിവസത്തിന് ശേഷമുള്ള നോയമ്പിന് ശേഷമുള്ള ലഞ്ചാണ് കഴിക്കാൻ പോണേട്ടാ. ബിരിയാണി ലഞ്ച് കഴിക്കുമ്പോ 4 ചിക്കൻ, ബിരിയാണി, സലാസ് എന്നാണ് ഞങ്ങൾ തൃശ്ശൂർക്കാര് പറയാ. പിന്നെ മമ്മിയുടെ പിക്കിൾ. എത്രയാണ്? അപ്പൊ ഞങ്ങള് എന്താ പറയാ കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഈസ്റ്റർ ദിനാശംസകൾ. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കുന്നത് ലേറ്റ് ആയി. അതെ, പക്ഷെ ഇപ്പൊ വിശക്കണമൊന്നുമില്ല കേട്ടോ അധികം. ഞങ്ങള് വട്ടയപ്പൊക്കെ കഴിച്ചാൽ അത് പിന്നെ ചിക്കൻ കുറെ അവൻ ചിക്കൻ തന്നെ നടന്നു കഴിച്ചു. അതെ, പിന്നെ ബൂസ്റ്റൊക്കെ കുടിച്ചവൻ. പിന്നെ എന്താ പറയാ, ഞങ്ങള് ചിമ്പപ്പനും ചാർലപ്പനൊക്കെ ചിക്കനൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അവരവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കഴിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഇതൊക്കെ വരുമ്പോ എല്ലാം കൂടി രണ്ടാമത് കൊടുക്കും. പിന്നെ നമ്മുടെ Instagram ID താടിയും പൊട്ടും ഒഫീഷ്യൽ, ഫേസ്ബുക്ക് താടിയും പൊട്ടും,
പിന്നെ മാഗ്നി പ്രൈമിലെ ആങ്കറിംഗ് ഒക്കെ ഇനിയും പുതിയ പ്രൊജക്ടുകൾ വരുന്നുണ്ട്. പിന്നെ നാളെ നമ്മുടെ അപ്പൂസിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. പെട പെരുന്നാളാ. ഈ വീഡിയോ അപ്പൊ എന്തായാലും അപ്പൂസിന്റെ ബർത്ത്ഡേക്ക് അപ്പൂസിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പെട പെരുന്നാളാ. അവനെ വിഷ് ചെയ്യും, അവനെ ബ്ലസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പൊ ബർത്ത്ഡേ വിശേഷങ്ങളും നിങ്ങൾക്ക് ബ്ലോഗായിട്ട് കാണാം. റീൽസും FB റീൽസും ഷോർട്സും എല്ലാം കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പൊ ഞങ്ങള് വൈകിട്ടില്ല, ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകണം. ഈസ്റ്റർ ദിനാശംസകൾ ഒരിക്കലും. ഞങ്ങളെപ്പോഴും വിചാരിക്കാം എല്ലാവരും ബൽക്കണിയിൽ കഴിക്കാം. പിന്നെ അവിടെയും ഓപ്പൺ സ്പേസ് ഉണ്ട്. നല്ലൊരു മഴ വരുന്നോട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞ കൂടിയില്ല, നല്ല വൈബ് കഴിഞ്ഞു. ഇതിന്റെ ബിരിയാണി ഓസാണല്ലേ പെട്ടാ. ചാർലിക്ക് പേടിയായില്ല, ചാർലിക്ക് പേടിയായി. അല്ല ചാർലി എന്റെ അടുത്ത് വന്നിക്ക പേടിച്ചിട്ട്. അത് ചീറ്റി പോയി. അല്ല അങ്ങോട്ട് പോകണ്ട അടുത്തേക്ക്, അത് ചിലപ്പോ എങ്ങാനും പൊട്ടിയാലോ. അപ്പൊ ആ ശബ്ദം കേൾക്കാണ്ടിരിക്കാൻ പോണോ, അവന് പേടിയില്ലേ. ചാർലി പേടിച്ചിട്ട് എന്റെ കാലിന്റെ അവിടെ വന്നിക്ക്. ചിലത് ചൂറ്റി പോവാ. വിച്ചും മുട്ടക്ക് മൂന്നെണ്ണം ചൂറ്റി പോയി. അമ്പോ ഭയങ്കരായി പോയി. ചാലി പേടിച്ചിട്ട് എന്റെ അടുത്ത് വന്നിരിക്കുക. പാവ ചാലി. ചിമ്പുഞ്ഞോറ്റാര ഗുബയ്യന് ചിമ്പ്. ആദിസകത്ത് പോയി. ഒക്കെ അത് നനഞ്ഞുണ്ടാവും. അന്റെ മോന് പേടിച്ചിട്ട് ചീറ്റല്ല. അവൻ മേടിച്ചു. ഹായ് ഹായ് പറയടാ. Happy Easter. Happy Easter. Happy Easter. Good boy. Happy Easter. Happy Easter.
ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ. ഓന്റെ കൈ അവന് ആവശ്യമുണ്ട്, അത് കാരണം കൈ പോവായിരിക്കില്ല, പടക്കം മതി. കഴിഞ്ഞു, പൊട്ടിച്ചോ. പോയില്ലേ, പറഞ്ഞു പോയി അവരില്. അവരില് തൊട്ടാക്കി താഴെ വീഴുന്നെങ്കിൽ പോയിട്ടിരിക്കുന്ന ചിമ്പുണ്ട്. നന്നായിട്ട് മറ്റേ സാധനത്തെ കൈ കഴുകണം. കയ്യിലിരുന്ന് പൊട്ടിയ കാരണം മൊത്തം വരുന്നുണ്ടായി. അതെന്താ വരല് പോലെ മനസ്സിലായി. ഇപ്പൊ ലക്ഷ്മി ബോംബല്ല, ഈർക്കിളി പടക്കം മനസ്സിലായ. ആരാ എന്റെയാ? എന്റെ നിന്നാ ഇവനാ പറഞ്ഞേ? അവൻ പറഞ്ഞാണ്.